അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ഉസ്താദിന് ചെറിയൊരു ആയത്ത് കുറവുള്ളത് പോലെയുണ്ട് ഉസ്താദെ. ഇന്നത്തെ സബക്കിൽ അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. ആമീൻ. ഞാനൊന്ന് ചോദിക്കാം ഉസ്താദെ, ചെറിയ ചോദ്യമാണ്. ഖാല ശൈഖുന അൻ യൻഹനിയൽ ജാലിസു ഇലാ അൻ യുഹാദിയ ജബഹതഹു മാ അമാമ റുക്ബതൈഹി. വിഷയം തിരിഞ്ഞു. സാധാരണ എല്ലാവരും സംഭവിക്കുന്ന വിഷയമാണ്. അവിടെ സംസാരത്തിൽ വിശദീകരണ കൂട്ടത്തിൽ ഫർളിനെ ഏറ്റലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്റെ ചോദ്യം, ഫർളായത് അല്ലാതെ എണ്ണപ്പെടാതെ ഒന്നിനെ ഒരു ഫർള് എന്ന് പറയപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. എന്നൊരു ചോദ്യം കൊണ്ട് അടുത്ത ചോദിക്കും മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഫർള് എന്ന് പറഞ്ഞാൽ സൂറത്തൻ ഫർള് എന്നാണ് അതിന്റെ അർത്ഥം. സൂറത്തൻ ഫർളായതിനെ നിരൂപിക്കാൻ ഹഖീഖിയായ ഫർള് എന്നല്ല, സൂറത്തൻ ഫർള്. നിസ്കരിക്കുന്നവന്റെ ചുരുങ്ങിയ റുക്കൂഇന്റെ രൂപമാണ് നെറ്റിത്തടം കാൽമുട്ടിന്റെ മുന്നിലോട്ട് നേരിടുന്ന നിലക്ക് കുനിയുക എന്നത്. ആ ഒരു രൂപം വന്നല്ലോ, അപ്പൊ അത് സൂറത്തൻ ഫർളാണ്. അതാ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇന്നലെ എല്ലാരും കൂടി സംഘമായിട്ട് ഉംറക്ക് പോയിരുന്നു. അപ്പോ അല്ലെങ്കിൽ തന്നെ വിയർപ്പും കുറഞ്ഞൊരു ജലദോഷത്തിന്റെ മന്ദം ഉണ്ടായിരുന്നു. അതിൽക്കൂടെ ത്വാഫും സയ്യും പിന്നെ മതിയായിരിക്കുന്ന ഉമ്മുൽ മോമിനീന ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹയുടെ തിരുഹദറത്തിൽ പോയിട്ട് സിയാറത്തും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോക്ക് നന്നായി വിയർപ്പിറങ്ങി ജലദോഷം കുറച്ച് നോക്കൂടിയിരുന്നു. അതാണ് കൂറ്റിനൊക്കെ ചെറിയൊരു മങ്ങല്. മുടക്കണ്ടെന്ന് എഴുതിയിട്ട് വന്നതാ ഞാൻ. മനസ്സിലായില്ലേ? ഇന്ന് ഡോക്ടറെ ക്ലാസ് കേട്ടില്ല. അതുപോലെ കഴക്കൂട്ട ഉസ്താദിന്റെ ക്ലാസ് ഇന്ന് ഇല്ലതാനും. അങ്ങനെയൊക്കെ അവിടെ വന്നപ്പോ ഷെഡ്യൂൾ ക്ലാസ്സുകളൊക്കെ മുടക്കുമ്പോ നമ്മളെ ഫത്തുൽ മീനും മുടങ്ങണ്ട എന്നുള്ള നിലക്ക് വെയ്ക്കും പോലെ കുറച്ച് ഓതാന്നുള്ള നിലക്ക് വന്നതാണ്. സാരില്ല, ജലദോഷത്തിൻ്റെതാ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ദുന്യാവാണെന്നുള്ള ഓർമ്മയും ആണല്ലോ. ഇടയ്ക്കൊക്കെ കുറഞ്ഞെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത് ഒരു പടച്ചോന് റബ്ബെന്ന് പറയാനുള്ളൊരു കാരണമാവും. ആ നിലക്ക് എല്ലാവരും ബുദ്ധിമുട്ടൊന്നുമില്ല. കുറഞ്ഞൊരു ജലദോഷത്തിന്റെ മന്ദുണ്ട്, കൂറ്റിന് ചെറിയൊരു മങ്ങളും ചെറിയൊരു തലവേദനയൊക്കെ ഇങ്ങനെ പേരിനുണ്ട്. സാരില്ല, അള്ളാഹു തആല ഒക്കെ ഖൈറിനായിരിക്കും വിചാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ ഇസ്ലാം ഫോർ എവർ നിങ്ങളെ മൈക്കിലേക്ക് വരാത്തതുകൊണ്ടാണ്. അബൂ ജക്ർ ഉസ്താദിന്റെ ക്ലാസ്സിൽ പെട്ടെന്ന് മൈക്ക് എടുക്കണം, അതുകൊണ്ടാണ് മൈക്ക് എടുത്തത്. ഉസ്താദെ, ഒരു സംശയം ഉണ്ടായിരുന്നു. ഉസ്താദ് പൊരുത്തപ്പെടണമെന്ന് ആദ്യമേ പറയുന്നു. അത് ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെങ്കിൽ അറിവില്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് തബറുക്കിന്റെ ഇരുത്തത്തിൽ നിന്ന് പിന്നെ ഇഫ്തിറാഷിന്റെ ഇരുത്തത്തിലേക്കും അതുപോലെ തന്നെ ഇഫ്തിറാഷിന്റെ ഇരുത്തത്തിൽ നിന്ന് തബറുക്കിന്റെ ഇരുത്തത്തിലേക്ക് മാറിയിരിക്കുന്ന സമയത്ത് തല കുനിക്കുമ്പോൾ നമ്മൾ റുക്കുവിന്റെ സ്ഥാനത്ത് വരും. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമെന്ന് പിന്നെ ഉസ്താദ് പറഞ്ഞു. അപ്പോൾ അത് നിന്ന് നിസ്കരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ആ റുക്കുവിന്റെ സ്ഥാനം പരിഗണിക്കപ്പെടുമോ എന്നുള്ളതാണ്. അങ്ങനെയാവുമ്പോൾ കിടന്ന് നിസ്കരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ റുക്കുവിന്റെ സുജൂദിന്റെ സ്ഥാനത്ത് അവരുടെ കണ്ണിന്റെ പോള കൊണ്ട് അവൻ കാണിക്കുമ്പോൾ അപ്പം അതും ആ ഇപ്പം നമ്മുടെ കണ്ണിന്റെ പോള താഴ്ത്തുന്ന സമയത്ത് അതും കൂടിയും പരിഗണനയിൽ വരൂലേ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കല്ലേരി കണ്ണിന്റെ പോളത്തിന് ബാഹ്യമായ ഒരു രൂപമായിട്ട് എണ്ണപ്പെടൂല. അതേ സമയത്ത് കുനിയൽ ബാഹ്യമായ രൂപമായി എണ്ണപ്പെടും. അതുകൊണ്ട് അതാണ് നേരത്തെ സൂര്യക്ക് മനസ്സിലായി. സൂര്യ പിന്നെ ചോദിക്കാത്ത അതാണ് സൂറത്തൻ ഫർള് എന്നാ പറഞ്ഞത്. അതായത് ബാഹ്യമായി നോക്കിയാൽ ഒരു ഫീലിയായ ഫർളിന്റെ രൂപം മനഃപൂർവ്വം കൊണ്ടുവരിക എന്നാ പറഞ്ഞത്. ബാഹ്യമായി നോക്കിയാൽ ഒരു ഫീലിയായ ഫർളിന്റെ രൂപം, ബാഹ്യമായി നോക്കിയാൽ ദൃഷ്ടിയിൽപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇരുന്നു കൊണ്ട് തവറുക്ക് ഇഫ്തിറാഷ് എന്നിവക്ക് വേണ്ടി മാറിയിരിക്കുമ്പോൾ മുന്നോട്ട് കുനിഞ്ഞുകൊണ്ടാ മാറിയിരിക്കുമ്പോ നെറ്റിത്തടം
കാൽമുട്ടിന്റെ മുൻവശത്തോട് നേരിടുന്ന നിലക്ക് കുനിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കൂ പോലെ ബാഹ്യമായി തന്നെ ഒരു ഫർളിന്റെ രൂപപ്പെട്ട് വന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവും എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല. കമാ ഖാല ശൈഖുന എന്ന് മഹാനായ സീനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നത്. മൂപ്പരും തന്നെ ഒഴിഞ്ഞു കാണ്ടാ പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്, ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നത് ബാഹ്യമായി കാഴ്ചയിൽ ഒരു റുക്കൂഇന്റെ രൂപം അവിടെ രൂപപ്പെടുന്നു, അത് മനഃപൂർവമാണ് എന്നതുകൊണ്ട് രൂപത്തിൽ സൂറത്തൻ ഫർളായിരിക്കുന്ന ഒരു കാര്യത്തെ അധികരിപ്പിച്ച ഔപ്പിൽ നിസ്കാരം ബാത്തിലാവും. കല്ലേരി പറഞ്ഞ കണ്ണോ മനസ്സോ ഒന്നും ബാഹ്യമായ രൂപമല്ല, അതുകൊണ്ട് അത് അധികരിപ്പിച്ചത് കൊണ്ട് നിസ്കാരം ബാത്തിലാവും എന്ന് ഹുക്കുമില്ല. മനസ്സിലായില്ലേ? അതിന്റെ കാരണം പ്രത്യക്ഷത്തിൽ, അതാ ബാഹ്യാരൂപം, പ്രത്യക്ഷത്തിൽ ഒരു ഫീലിയായ ഫർദിന്റെ രൂപം വന്നു ചേരുന്നു. അങ്ങനെ വന്നു ചേർന്നത് മനഃപൂർവ്വമുള്ള പ്രവൃത്തി മുഖേനയാണെങ്കിൽ അത് നിസ്കാരം ബാത്തിലാൻ കാരണമാകുമെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, സുബഹി രാവിലെ എഴുന്നേറ്റ് നിസ്കരിച്ചു. അപ്പൊ രാത്രിയും ഒരുപാട് വൈകിയാണ് കിടന്നത്. അപ്പൊ സുബഹി നിസ്കരിച്ചതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങി. പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ സുബഹിക്ക് ഓതിയതും പറഞ്ഞതും ഒന്നും ഓർമ്മയില്ല. സൂറത്താണോ ഓതിയിരുന്നത് അങ്ങനത്തെ ഒരു ഓർമ്മയില്ല. നിസ്കരിച്ചു എന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുമോ ഇല്ല എന്ന് ആണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. അതൊക്കെ സ്വീകരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. അങ്ങനെ വരാം, അത് പലപ്പോഴും വരാവുന്നൊരു സാധ്യതയാണ്. എന്നല്ല, ചിലപ്പോൾ 2-ാം റക്അത്തിൽ എത്തിയപ്പോൾ 1-ാം റക്അത്തിൽ ഏത് സൂറത്തിരുന്ന് ഓതിയിരുന്നതെന്ന് ഓർമ്മയില്ലാത്ത അവസ്ഥ വരെ വരാറുണ്ട്. അതൊന്നും നമ്മളോട് തക്ലീഫ് ചെയ്യപ്പെടുന്നില്ല. ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായി ചെയ്തു. പിന്നീട് ഏതാ ചെയ്തത്, എന്താ ചെയ്തത്, എങ്ങനെ ചെയ്തത്, കുനൂത്ത് ഓതിയോ ഇല്ലേ, ഇതൊന്നും പിന്നീട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സംശയം വന്നാൽ അല്ലെങ്കിൽ അറിയാതെ പോയാൽ അതിന്റെ പേരിൽ നമുക്ക് തക്ലീഫൊന്നുമില്ല, അതിനു വേണ്ടിയിട്ട് മടക്കേണ്ടതുമില്ല. അതേസമയത്ത് നിയ്യത്ത് ചെയ്തിരുന്നോ അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയിരുന്നോ എന്ന സംശയമാണെങ്കിൽ ആ സംശയം നീങ്ങാതെ പിന്തുടരുകയാണെങ്കിൽ 2ാമത് മടക്കി നിസ്കരിക്കേണ്ടി വരും എന്നതൊഴിച്ചാൽ നേരത്തെ നിസ്കരിച്ചു എന്ന് ഓർമ്മ ഉണ്ടായാൽ മതി. നിസ്കരിച്ച സ്ഥിതിക്ക് അത് സഹീഹായ നിലക്ക് കഴിഞ്ഞു കിടക്കലാണ് ലാഹിർ. ആ ലാഹിർ അനുസരിച്ചെടുത്താൽ മതി. 2ാമത് അതിന്റെ വിശദാംശത്തിലേക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് മടക്കി നിസ്കരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നില്ല സുഹൃത്തുക്കളെ? എനിക്ക് 2 സംശയങ്ങളുണ്ട്. ഒന്ന് വിഷയമായ സംഭവമായ ആദ്യ സംശയം ചോദിക്കാം. നിസ്കാരത്തില് നമ്മൾ നല്ല കല്യാണം കഴിഞ്ഞിട്ട് അല്ലെ കല്യാണത്തിലെ ബിരിയാണി അതുപോലത്തെ വല്ലതും ഭക്ഷണം കഴിച്ചു വന്നിട്ട് നിസ്കരിക്കുമ്പോൾ ഏമ്പക്കം വിട്ടാൽ അതിയാക്ക സംഭവിക്കുന്നതാണ് ഏമ്പക്കം വിട്ടത്. ഏമ്പക്കം വിട്ട് കഴിഞ്ഞാൽ അത് ലാഹിറായ 2 അറഫായിട്ട് മാറും. അതിനുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമോ ഇല്ലയോ എന്ന 1-ാം സംശയം. ഇൻഷാ അല്ലാഹ് അടുത്ത ചോദിക്കാം. ഏമ്പക്കം 2 ജാതിയുണ്ട്. ഒന്ന് വ്യക്തമായി അക്ഷരം വെളിവാവുന്നത്, മറ്റൊന്ന് ഒരു ശബ്ദം മാത്രം പുറപ്പെടുന്നത്. അതിൽ ശബ്ദം മാത്രം പുറപ്പെടുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. അതേസമയത്ത് വ്യക്തമായി അക്ഷരം വെളിവാവുന്നുണ്ടെങ്കിൽ, അർത്ഥമില്ലാത്തതാണെങ്കിൽ പോലും 2 അക്ഷരം വ്യക്തമായി വെളിവാവുന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും. മനസ്സിലായില്ലേ? അതെന്നെ ഒരബത്ത് കൊണ്ടല്ലാതെ നിയന്ത്രിക്കാൻ പറ്റാതെ അങ്ങനെ വന്നു പോയതാണെങ്കിൽ അവിടെ എഫ് ഉണ്ട്. അല്ല, ആമ്പക്ക് ഒരു റാഹത്തിന് വേണ്ടിയിട്ടാണ്ട് വിട്ടതാണ്. അങ്ങനെ വിട്ടപ്പോ
വ്യക്തമായി അക്ഷരങ്ങൾ വെളിവാവുന്ന തരത്തിലുണ്ടെങ്കിൽ ബാത്തിലാവും. വെറും ഒരു ശബ്ദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ അതുകൊണ്ട് ബാത്തിലാവുകയില്ല. അത് ചുമന്റെ അവിടെ, തുമ്മുന്ന അവിടെ ഒക്കെ ഉണ്ടത്. വ്യക്തമായി അക്ഷരം വെളിവാവുന്ന രീതിയിലാണെങ്കിൽ അവിടെ ഓലബത്ത് ഇവന് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു പോയതാണെങ്കിൽ കുറഞ്ഞത് ഒക്കെ ഉണ്ടാവും. അല്ല മനഃപൂർവമാണെങ്കിൽ രണ്ടക്ഷരം വ്യക്തമായി വെളിവായാൽ നിസ്കാരം ബാത്തിലാവും. അത് തുമ്മലായാലും അങ്ങനെ തന്നെ, ചുമയായാലും അങ്ങനെ തന്നെ, കോട്ടാവിയായാലും അങ്ങനെ തന്നെ, അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ഈ ഏമ്പക്കമായാലും അങ്ങനെ തന്നെ. ഇവൻ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ കേവലം ഒരു ഒച്ച മാത്രമേ ഉള്ളൂ, ഹർഫുകളൊന്നും വെളിവാവുന്നില്ലെങ്കിൽ ബാത്തിലാവൂല. അക്ഷരം വെളിവാവുന്ന രീതിയിലാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ അക്ഷരം വെളിവായിട്ടുണ്ടെങ്കിൽ ബാത്തിലാവും. ഓക്കെ, അതിനൊക്കെ ഒരു ചോദ്യം കൂടെ. കാരണം ഈ നമ്മൾ ഈ മുത്തനജിസായ ഉമിനീര് ഇറക്കല് കൊണ്ട് നിസ്കാരം ബാത്തെന്ന് പറഞ്ഞല്ലോ. ഈ സ്ഥലത്ത് ഞങ്ങാട്ടൊക്കെ പറഞ്ഞു, ഉസ്താനാട്ടൊക്കെ എന്തായാലും മലപ്പുറത്ത് എന്താ ഭാഷ അറിയില്ല, ഈ പുന്തേക്ക് ഇടുക. കാരണം നമ്മളൊരു ഏമ്പക്കം പോലെ വരും, പക്ഷെ അതിന് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും, ഒരു രുചി വ്യത്യസ്തമാക്കുന്ന ഒരു വറുക്കുന്ന സ്മെല്ല്. ആ സ്മെല്ല് അതുപോലത്തെ ഒരു നിസ്കാരത്തിൽ വന്നു കഴിഞ്ഞാല് ആ വന്ന് സ്മെല്ലൊക്കെ വല്ലാതെ വായ മൊത്തം പകർച്ചയാകും. എന്നതിന് ശേഷം തുപ്പുനീരിന് കാര്യമില്ല, പക്ഷെ ആ പകർച്ചതിന് ശേഷം ആ തുപ്പുനീര് ഇറക്കല് കൊണ്ട് നിസ്കാരം ബാത്തിലാകുമോ? അല്ലെങ്കിൽ ഈ പുന്തേക്ക് വന്ന് നിങ്ങളോട്ടൊന്നും പറയുന്ന അറിയില്ല, നിങ്ങളോട്ടൊക്കെ പറയുന്ന ഭാഷ അതാണ് വയനാട്ടിലൊക്കെ. അപ്പൊ അതിന്റെ മസല എന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം പറയാം. ഞങ്ങൾ കീച്ചിരിക്കാരെ പുളിച്ച് തേക്കുക എന്നാ പറയാം. തികിട്ടായിട്ട് തേക്കുക എന്ന് പറയും. ഈ തേക്കൽ പുളിച്ച് തേക്കുക എന്ന് പറയും. അതൊരു ചീത്തയായ വാസനയോ രുചിയോ ഒക്കെ ഉണ്ടാകുന്ന നിലക്കുള്ളതാണ്. തികട്ടി വരൽ തന്നെയാണ് അത്, പക്ഷെ അതൊരു പുളിച്ചു നാറിയ രീതിയിലായിരിക്കാം. അതിൽ കേവലം വാസന അല്ലെങ്കിൽ രുചി മാത്രമാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് സാധനം തന്നെ ഉണ്ട്, അത് തൊണ്ടയുടെ പ്രത്യക്ഷ ഭാഗത്തിന്റെയും അങ്ങേ പുറത്തുനിന്ന് വന്നതാണ് എങ്കിൽ അത് ആമാശയത്തിൽ നിന്നിട്ടുള്ളതാണെങ്കിൽ നജസാണെന്ന് ഉറപ്പാണ്. ആമാശയത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ നജസാണെന്ന് ഉറപ്പില്ല. അപ്പൊ നജസാണെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ അത് വായില് വന്ന് കലർന്ന് ഉമിനീരുമായി കലർന്നാൽ അത് കീപ്പോട്ട് രണ്ടാമത് ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും. പക്ഷെ മിക്കവാറും ആമാശയത്തിൽ നിന്നാണെന്ന് ഉറപ്പില്ലാത്ത നിലക്ക് സാധ്യത, കേവലം സാധ്യത മാത്രമാണെങ്കിൽ നജസാണെന്ന് ഹുക്കുമ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നജസാണെന്ന് ഹുക്കുമ് ചെയ്യാത്തടത്തോളം അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയും ഇല്ല. സാധിക്കുമെങ്കിൽ സൂക്ഷ്മത, ടിഷ്യൂ പേപ്പറൊക്കെ കയ്യിലുണ്ടെങ്കിൽ മെല്ലെ അതിലേക്ക് തുപ്പി മനഃപൂർവ്വം കീപ്പോട്ട് ഇറക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് നന്ന്. ഏതായാലും ആമാശയത്തിൽ നിന്നാണെന്ന് ഉറപ്പില്ലാത്തടത്തോളം അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. അസ്സലാമു അലൈക്കും ഉസ്താദ്. എനിക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒരു ചോദ്യം ആദ്യം ചോദിക്കുകയാണ്. നാവെടുത്ത് നമ്മൾ നിസ്കാരത്തിൽ നാവെടുത്ത് ചുണ്ടിൽ വെച്ച് ഒന്ന് സാധാരണ നമ്മൾ ഒന്ന് ചുഴറ്റി ആ നാവ് ഉള്ളിലേക്ക് എടുത്തപ്പം ആ നാവ് ലാഹിറായി കാണുന്ന ഭാഗത്താണ് നമ്മൾ ചുണ്ടിൽ ഈ നാവ് വെച്ച് ചുഴറ്റിയത്. അങ്ങനെ പിന്നെ ആ ഉമിനീര് ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാവുക എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട് സാർ. അതുകൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവില്ല. നാവ് വായിന്റെ അകത്തായാലും വായിന്റെ പുറത്തേക്ക് വന്നാലും നാവിന്മേൽ പറ്റി നിൽക്കുന്ന ഊനീര് അതിന്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെയാണുള്ളത്. ഉത്ഭവസ്ഥാനത്തുള്ളത് കീപ്പോട്ട് ഇറങ്ങിയത് കൊണ്ട് എന്താവൂല, നിസ്കാരം ബാത്തിലാവൂല. അതേ സമയത്ത് ഉമുനീര് പുറത്തേക്ക് വന്നതാണ്, നാവല്ല, ഉമുനീര് പുറത്തേക്ക് വന്നു. ചില ആളുകൾക്കില്ലേ വായിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു തേനൊലിക്കല്, അതൊലിച്ച് പുറത്തു വന്നു. അതല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ഇവന്റെ ചുണ്ടിന്റെ പുറത്തേക്ക് ഉമുനീര് വന്നു, അത് നാവ് കൊണ്ട് ഉള്ളിലേക്ക് തന്നെ കടത്തി.
അതല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. അങ്ങനെ പുറത്തേക്ക് ഒലിച്ചു വന്ന ഉമിനീര് ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അത് കീപ്പോട്ടിറക്കിയാൽ നിസ്കാരം ബാത്തിലാവും. എന്നാൽ നാവ് പുറത്തു വരുന്നു, ആ പുറത്തു വന്ന നാവുമ്മലുണ്ടായിരുന്ന ഉമിനീര് ആ നാവ് വീണ്ടും ഉള്ളിലേക്ക് മടക്കിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഉമിനീര് കീഴ്പോട്ട് ഇറങ്ങുന്നത് കൊണ്ട് ബാത്തിലാവില്ല. കാരണം അതിന്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് വേർപ്പെട്ടിട്ടില്ല. കാരണം നാവിൽ നിന്നും അതുപോലെ തന്നെ കീഴണ്ണിയിൽ നിന്നുമൊക്കെ ഉമിനീരുണ്ടാകുന്നുണ്ട്. അപ്പൊ നാവ് ഉമിനീരിന്റെ ഉത്ഭവ കേന്ദ്രമാണ്. അപ്പൊ അതിൽ നിന്നിട്ട് വേർപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ പുറത്തു വന്ന് ഉള്ളിലേക്ക് പോയാലും നാവ് ഉമ്മലുള്ളത് കൊണ്ട് ബാത്തിലാവില്ല. അതേ സമയത്ത് ഉമിനീര് പുറത്തേക്ക് ഒലിച്ചു വന്നത് അത് അകത്തേക്ക് രണ്ടാമത് തിരിച്ചു കയറ്റിയിട്ട് അത് കീഴ്പോട്ടിറങ്ങിയാൽ ബാത്തിലാവും. പിന്നെ ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്രതീക്ഷിതമായിട്ട് ഒരു സൗണ്ട് കേട്ടു. പെട്ടെന്ന് എന്തെങ്കിലും വെടി പൊട്ടുന്ന ശബ്ദം അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും ശബ്ദം കേട്ടപ്പോ പെട്ടെന്ന് അള്ളോ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്താ അത് സമാനമായ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചു പോയി. അതുകൊണ്ട് ബാത്തിലാകുന്നു. അതായത് വിഷയത്തോടെ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും. അതൊക്കെ വലബത്തിൽപ്പെട്ടതാണ്, മനഃപൂർവ്വമുള്ള പറച്ചിലല്ല, പ്രകൃതിയാ വരുന്ന വലബത്താണ്. അത് പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, അടുക്കളയെന്ന് പാത്രങ്ങളൊക്കെ പാടെ കടകടോ എന്ന് പറയുന്ന കേട്ടപ്പം പെരയിലെ പെണ്ണുങ്ങൾ എന്തായാലും പുച്ചാന്ന് പറയും. അതിപ്പോ ഒരു പൂച്ചനായിട്ട് എന്നുള്ള നിലക്കല്ല, അതങ്ങനെ തെബി ആയിപ്പോയതാ. എന്നതുപോലെ പുറത്തുനിന്ന് എന്തോ ഒരു ഭീകരമായ ശബ്ദം കേട്ടപ്പോ പേടിച്ചിട്ട് അള്ളോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിസ്കാരം മാത്രം, കാരണം അത് മനഃപൂർവ്വമുള്ള പറച്ചിലല്ല, ഒലപ്പത്ത് കൊണ്ടുവരുന്നതാണ്. അത് അധികരിക്കാത്തോടത്തോളം നിസ്കാരം പാത്തിലാവില്ല. അധികരിച്ച് കുറേ ഉണ്ടെങ്കിൽ പാത്തിലാവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഒരാൾ നിസ്കരിച്ച് രണ്ടാമത്തെ റക്അത്തിൽ സലാം കിട്ടിയമ്മ സലാം കിട്ടി കുറച്ചേരം ഒരു ഹാലിൽ അങ്ങനെ ഇരുന്നു. അപ്പോ പിന്നെ അതിന്റെ ശേഷം രണ്ടാമത്തെ റക്അത്ത് 2 റക്അത്തും കൂടി നിസ്കരിച്ചു. പക്ഷെ ഇതിന്റെ അടിയിൽ എത്ര സമയമാവാ? നമുക്ക് സംസാരിച്ചിട്ടൊന്നുമില്ല, സംസാരമില്ലാതെ ഇങ്ങനെ ഒരു ഹാലിൽ ഇരുന്നതാണ്. പിന്നെ ഓർമ്മയായി 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ എന്ന്. 2 റക്അത്തും കൂടി നിസ്കരിച്ചു. അതിന്റെ അടിയിലുള്ള സമയം എത്ര ആവാം? അസ്സലാമു അലൈക്കും. അത് നമ്മൾ വിശദമായി ഇപ്പൊ നാളെ ഇതിന്റെ ഇടക്ക് ഓതിയില്ലേ, ആ ഭാഗം അന്ന് നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല. ഉറുഫാണ് കണക്കാക്കേണ്ടത് എന്നാണ് അതിൽ ബലപ്പെട്ട അഭിപ്രായം പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ അയാള് സലാം വീട്ടിയിട്ട് കുറെ നേരമായല്ലോ എന്ന് ഉറുഫ് അനുസരിച്ച് പറയാൻ പറ്റുന്ന അത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ തരക്കെന്ന് തന്നെ നിസ്കരിക്കണം. ഇല്ല, അയാൾ ഇപ്പൊ കുറച്ചു നേരം ആയിട്ടുള്ളൂ സലാം വീട്ടിയിട്ട് എന്ന് പറയാൻ പറ്റുന്ന സമയം ആയിട്ടുള്ളൂ എങ്കിൽ ബാക്കി 2 റക്അത്ത് കൂടി നിസ്കരിച്ച് അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടിയാൽ മതി. ഇങ്ങനെയാണ് അതിന് ഷാഫി മദ്ഹബിലെ മുഅ്തമദ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നാട്ടു നടപ്പനുസരിച്ച് സലാം വീട്ടിയതിന്റെയും രണ്ടാമത് നിസ്കാരത്തിലേക്ക് മടങ്ങുന്നതിന്റെയും ഇടയിൽ കുറെ സമയമായി എന്ന് കണക്കാക്കാൻ പറ്റുമെങ്കിൽ തൽക്കുന്ന നിസ്കരിക്കണം. കുറച്ച് സമയമായിട്ടുള്ളൂ എന്ന് കണക്കാക്കുന്ന അവസ്ഥയാണെങ്കിൽ അതുകൊണ്ട് രണ്ടാമത് ബാക്കി 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാലും മതി. വേറെ ചിലര് പറഞ്ഞു ഏത് നിസ്കാരം നിസ്കരിച്ചപ്പോ ആ 2 റക്അത്ത് നിസ്കരിക്കാൻ അത്ര സമയം കഴിഞ്ഞാണ് പിന്നെ ഓർമ്മ വന്നെങ്കിൽ എന്നാ പറ്റൂല, അതൊരു അഭിപ്രായ പറഞ്ഞു. അല്ലെങ്കിൽ 1 റക്അത്ത് നിസ്കരിക്കാൻ ആവശ്യമായ സമയം എന്ന് മറ്റൊരു അഭിപ്രായം. അതൊക്കെ നിശ്ചിത അഭിപ്രായങ്ങളാണെങ്കിൽ മുഅ്തമദ് നാട്ടു നടപ്പനുസരിച്ച് അയാൾ സലാം വീട്ടിയിട്ട് ഇപ്പൊ കുറെ നേരമായല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥ വന്നാൽ പിന്നെ തൽക്കം തന്നെ നിസ്കരിക്കണം. ഇല്ല, അയാൾ സലാം വീട്ടിയിട്ട് ഇപ്പൊ കുറച്ചു നേരം ആയിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ബാക്കി നിസ്കരിച്ച് അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടിയാൽ മതി. അങ്ങനെയാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദ്. ഇപ്പൊ 2 ദിവസം മുമ്പ് നമ്മൾ ഓതി ആ ഭാഗം. വുമായി ബന്ധപ്പെട്ട അതല്ല, നമ്മളിപ്പോ ഈ ഓൺലൈൻ ക്ലാസ് റൂമുകളിലൊക്കെ ആ മജ്‌ലിസുകളിൽ പങ്കെടുക്കാറുണ്ട്.
അതില് പിന്നെ പങ്കെടുക്കുമ്പോ ക്ലാസ് റൂമിൽ വെച്ച് പങ്കെടുക്കുമ്പോ മജ്ലിസിന്റെ പ്രതിഫലവും കിട്ടുമോ? അതുപോലെ തന്നെ ദുആക്കുള്ള ഇജാബത്ത് ആമീൻ പറയുന്നതോട് നമുക്ക് ആ ദുആയില് നമ്മൾ പങ്കെടുത്തതിനുള്ള പ്രതിഫലം പിന്നെ ദുആക്കുള്ള ഉത്തരം കിട്ടാനുള്ള സാധ്യതയൊക്കെ എങ്ങനെയാണ്? അതിനെക്കുറിച്ച് വളരെ ശബ്ദം കുറവാ, പൗതിയെ കേൾക്കണുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നല്ല, ഒരു പുറമെ എന്തോ ഒരു കാര്യമാണ് അയാൾ ചോദിച്ച്. നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് ദുആയില് ഖുർആനോത്തില് മറ്റൊക്കെ പങ്കെടുത്ത ദുആക്ക് ഉത്തരം കിട്ടുവോ അല്ലെങ്കിൽ ദുആ ആയിട്ട് പരിഗണിക്കുവോ? ആ നിങ്ങളെ നിയ്യത്ത് പോലെ ഉണ്ടാവും. ദുആക്ക് ഉത്തരം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ തർക്കം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ വരാതെ ഇരുന്നതുകൊണ്ടാണ്. ക്ലാസ്സിൽ വരുന്ന ആളുകൾക്കൊക്കെ അറിയാം ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ആരുമല്ല എങ്കിലും ഇവിടെ രാത്രി പാതിരാത്രി കഴിഞ്ഞതിന് ശേഷം അദ്ദാദ് തുടങ്ങി നാരിയത്തു സ്വലാത്തും മൗലിദ് മജ്ലിസും ദുആവും. ആ ദുആയിൽ ഇവിടെ നിങ്ങൾ രാവിലെ ശ്രദ്ധിക്കാറുണ്ടോന്ന് അറിഞ്ഞില്ല, നമ്മളെ പ്രിയപ്പെട്ട കാവനൂർ ഉസ്താദ്, അതുപോലെ തന്നെ ഉസ്മാ മോച്ചിക്കൽ ഉസ്താദ് തുടങ്ങി തെക്കുമൽ ഉസ്താദ്, ഇങ്ങനെ കുറെ മഹാന്മാരുണ്ട്. അവര് അത് ഇവിടുന്ന് വായിക്കുകയും പറയുകയും ചെയ്തിട്ട് ദുആ ചെയ്തിട്ട് എത്ര സംഭവങ്ങളാണ് ദിവസങ്ങൾക്കകം ആ നേരത്തെ സങ്കടപ്പെട്ട് പറഞ്ഞ ആളുകൾ ഇവിടെ വിളിച്ച് പറയാണ് അൽഹംദുലില്ലാ ആ കാര്യം സലാമത്തായി, ആ ഉദ്ദേശം പൂർത്തിയായി, ആ ആഗ്രഹം സഫലമായി എന്ന സന്തോഷ വാർത്ത. അത് അനുഭവമാണല്ലോ. ലാ ബയാന ബഅദൽ ഇയാൻ എന്നൊരു തത്വമുണ്ട്. കണ്ണിന്റെ മുന്നിൽ കണ്ടതിന് പിന്നെ തെളിവ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുന്നുണ്ട്. ദുആ മജ്ലിസിൽ പങ്കെടുത്തവർക്ക് അതുകൊണ്ട് ഒരുപാട് ഫലം ദുന്യാവിൽ തന്നെ കാണുന്നുണ്ട്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആഖിറത്തിലും കാണും. അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന സമയത്ത് അത് കേൾക്കാൻ വേണ്ടി പങ്കെടുത്താൽ ആ മജ്ലിസിൽ ഇരുന്ന ബറക്കത്ത് കിട്ടും. ഇൽമിന്റെ മജ്ലിസിൽ നിങ്ങൾ ആ നിയ്യത്തോടു കൂടി, ഇപ്പൊ ഞാനൊന്നുമല്ല, പക്ഷേ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുക എന്നുള്ള നിലക്ക് ഇവിടെ കുറെ ആളുകൾ വന്നു, അവര് ഫത്ഹുൽ മുഈൻ ഓതുന്നത് കേൾക്കുന്നു, സംശയം ചോദിച്ചു തീർക്കുന്നു. ഈ സമയം മുഴുവനും ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുക പഠിക്കുക എന്ന നിയ്യത്തോടു കൂടിയാവുമ്പം അതിന് ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്ത കൂലി കിട്ടും. അതിലെന്താ സംശയം? പക്ഷെ നിങ്ങൾ ഇഖ്ലാസും നിയ്യത്തും പോലെ ഇരിക്കുന്നത്ര അത് ഏലും അങ്ങനെ തന്നെയാണല്ലോ. നേരെ പള്ളിക്കൽ ഉസ്താദ് ദർസ് എടുത്തുന്ന പള്ളിക്ക് പോയി ദർസ് കേൾക്കാതിരിക്കുമ്പോൾ നിങ്ങളെ നിയ്യത്തും ഇഖ്ലാസും എങ്ങനെ അതിനനുസരിച്ച് ആ കൂലി കിട്ടുക എന്നതുപോലെ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നിടത്തും വന്നിരിക്കുന്നവരുടെ ഈ ഇഖ്ലാസ് എങ്ങനെയുണ്ട്, നിയ്യത്ത് എന്തുണ്ട്, അതിനനുസരിച്ച് കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഉസ്താദെ, ഞാന് ഈ നമ്മളൊരു നിസ്കാരത്തില് ഫർളായ റുക്കൂ നമുക്ക് സംശയം വന്നാല് 2 റുക്കൂവിൽ ഒരു റുക്കൂ ചെയ്തിട്ടില്ല എന്നൊരു സംശയം, ഉറപ്പല്ല, ഒരു സംശയം വന്നു കഴിഞ്ഞാല് നമുക്ക് ലാസ്റ്റില് സൈവിന്റെ സുജൂദ് 2 ചെയ്തിട്ട് സലാം വീട്ടിയാൽ അത് സംശയമായതുകൊണ്ട് പരിഹാരമാവും. പിന്നെ ഒന്നത്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഒരു നിസ്കാരത്തിൽ തന്നെ നമ്മള് ഒരു ഫർള് അല്ലെ ഒരു സുന്നത്ത് വിട്ട് എന്നുള്ള ധാരണയില് മറന്നിട്ട് പെട്ടെന്ന് സൈവിന്റെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഓർമ്മ വന്ന് ഒന്നും വിട്ടിട്ടില്ലല്ലോ എന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാല് ആ സുജൂദ് ചെയ്തതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയോ ചെയ്യോ എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും. നിസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ട ഒരു ഫർള് ഒഴിവായോ എന്ന് സംശയമായാൽ സഹ്വിന്റെ സുജൂദ് ചെയ്താൽ പോരാ. ആ സംശയിച്ച ഫർള്
നിർബന്ധമായും നമ്മൾ ചെയ്യുകയും അതിനുശേഷമുള്ളത് തുടർന്ന് ചെയ്യുകയും ചെയ്ത് അവസാനം അത്തയ്യാത്തോതി സലാം വീട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്യണം. അല്ലാതെ സഹ്വിന്റെ സുജൂദ് ഫർളിൽ സംശയിച്ച ആ സുജൂദ് കൊണ്ട് പരിഹാരം വരൂല. മനസ്സിലായില്ലേ? അത് പണ്ട് വൈരുത്തറസ്താദ് പറയുന്നേക്കാം, പള്ളിപ്പെരുന്നാളിന് പോയ അച്ചായത്തി കാക്കാന്റെ അടുത്തുനിന്ന് അലുവ വാങ്ങാൻ വന്നു. അങ്ങനെ അലുവ വാങ്ങാൻ വന്ന് അലുവന്റെ ഒരു കഷ്ണം മുറിച്ച് തുലാസിലിട്ട് വേഗം പൊതിഞ്ഞു കൊടുക്കുമ്പോ അച്ചായത്തി പറഞ്ഞു, അയ്യോ കാക്ക കട്ടി വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞാല് ഈ അലുവ തൂക്കാൻ വേണ്ടിയിട്ട് ഇങ്ങേ കട്ടിയില് ഇങ്ങേ തട്ടിൽ എന്ത് വെക്കും, കിലോന്റെ ഒരു കട്ടി വെക്കുമല്ലോ. അപ്പൊ കട്ടി വെക്കാതെ കാക്ക എന്ത് ചെയ്തു, അലുവ കഷ്ണം മുറിച്ച് തുലാസിന്റെ തട്ടിൽ വെക്കുകയും വെച്ചടനെ വേഗം എടുത്ത് പൊതിയും ചെയ്തപ്പോഴാണ് അച്ചായത്തി പറഞ്ഞത്, അയ്യോ കാക്ക കട്ടി വെച്ചില്ലല്ലോ തൂക്കാനല്ലേ. അപ്പൊ കാക്ക പറഞ്ഞു, അതിനല്ലേ മുൻതൂക്കം വെച്ചത്. അപ്പുറത്ത് കട്ടി വെക്കാതെ മുൻതൂക്കും അറിയോ? തൂക്കം അറിയാമെങ്കിൽ തന്നെ ആരെയും കട്ടി വെക്കണ്ടേ? കട്ടി തന്നെ തീരെ വെക്കാതെ അതിനല്ലേ മുൻതൂക്കം വെച്ചത് എന്ന് പറഞ്ഞതിലൊരു ഫർള് ഒഴിവാക്കിയാലോ അല്ലെങ്കിൽ ഒഴിവാക്കിയോ എന്ന് സംശയിച്ചാലോ സഹ്വിന്റെ സുജൂദ് ചെയ്താല് കട്ടി വെക്കാതെ മുൻതൂക്കം വെക്കും പോലെയാവും. അപ്പൊ അത് പറ്റൂല. ഫർള് ഒഴിവാക്കിന്ന് സംശയം വന്നാൽ തന്നെ ആ സംശയമുള്ള ഫർദ് നിർബന്ധമായും എടുക്കുകയും ബാക്കിയുള്ളത് പൂർത്തിയാക്കുകയും വേണം. ഇപ്പൊ ഉദാഹരണം, അത്തഹിയാത്തിൽ ഇരുന്ന സമയത്ത്, ഇത് പഠിക്കേണ്ട നല്ല വിഷയമാണ്. അത്തഹിയാത്തിൽ ഇരുന്ന സമയത്ത് അത്തഹിയാത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ റുക്കൂ ചെയ്തോ എന്ന് വെറുതെ സംശയം, എന്നാ പിന്നെ വേഗം ആലോചിക്കാനിരിക്കാൻ കൂടി പാടില്ല. വേഗം നൃത്തത്തിലേക്ക് പോവുക, റുക്കൂ ചെയ്യുക, പിന്നെ ഇത്തിദാല് ചെയ്യുക, പിന്നെ 2 സുജൂദും ഇടയിലിരുത്തു ഇരിക്കുക, എന്നിട്ട് രണ്ടാമത് അത്തഹിയാത്ത് ഓതുക, എന്നിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടുക. എന്തിനാ? സംശയമില്ലുള്ളൂ. ആ സംശയമാണെങ്കിലും ഫർദിൽ സംശയമായതുകൊണ്ട് സംശയത്തോടു കൂടി നിസ്കാരം പൂർത്തിയാക്കാൻ പാടില്ല. സംശയം തീർക്കണം. ഒരു പക്ഷേ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഏറെയാണല്ലോ, അതിനു വേണ്ടിയിട്ട് സുജൂദും ചെയ്യണം. അപ്പൊ ഫർദിൽ സംശയിച്ചാൽ ആ സംശയിച്ച ഫർദിനെ ചെയ്യുകയും അതിന് ശേഷമുള്ളത് തുടർന്ന് ചെയ്യുകയും ചെയ്ത് പിന്നീട് അത്തഹിയാത്തോതി അവസാനം സുജൂദ് ചെയ്ത് സലാം വീട്ടണം. മനസ്സിലായോ? അവിടെ സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കൂല. കാരണം കട്ടി വെക്കാതെ മുൻതൂക്കം വെക്കലില്ല. ആദ്യം കട്ടി വെക്കുക, എന്നിട്ട് ഒറിജിനൽ ഉണ്ടോ നോക്കിയിട്ട് അത് ഉറപ്പുവരുത്തിയിട്ട് പിന്നെയാണ് എന്ത് വെക്കൽ, മുൻതൂക്കം വെക്കലൊക്കെ. രണ്ടാമത് പറഞ്ഞത് സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്ത് ഒഴിവാക്കി എന്ന് ഉറപ്പാവുകയോ, അപരാധ സുന്നത്തുകളിൽപ്പെട്ട ഒന്ന് ഒഴിവാക്കി എന്ന് ഉറപ്പാവുകയോ അല്ലെങ്കിൽ ഒഴിവാക്കിയോ എന്ന് സംശയിക്കുകയോ ചെയ്താലാണ് സഹ്വിന്റെ സുജൂദ് വേണ്ടത്. അങ്ങനെ സംഭവിച്ചു എന്നുള്ള ധാരണയിൽ സുജൂദിലേക്ക് പോയി. ഒരു സുജൂദ് കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് ഉറപ്പായി എന്തായിട്ടില്ല, ഈ അപരാധ സുന്നത്തുകളൊന്നും ഒഴിവായിട്ടില്ല, ശരിക്ക് ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ ഈ ചെയ്ത സഹ്വിന് വേണ്ടിയിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യാം. അത് സുന്നത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചോദ്യം കൂടെ. ഇപ്പം നിന്ന് നിസ്കരിക്കുന്ന ആള്, അതായത് അത്തയ്യ സുജൂദിന് വേണ്ടി ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരാള്, അദ്ദേഹം നൃത്തത്തിൽ ഇത്തിദാലും കഴിഞ്ഞ് പിന്നെ സുജൂദിലൊക്കെ പോകുമ്പോൾ ചില ആളുകൾ കസേരയിൽ ഇരിക്കുന്നു എന്നിട്ട് സുജൂദ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഇരുത്തം എന്ന ഫർള് ജാസ്തിയായി കൊണ്ടുവരുന്ന പോലെ തോന്നുന്നു. കാരണം അത്തയ്യത്തിന്റെ 2 സുജൂദിന്റെ ഇടയിലെ ഇരുത്തം ഇരിക്കുന്ന പോലെ കസേരയൊക്കെ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ സുജൂദൊക്കെ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അത് നിസ്കാരത്തെ ഒരു ഫർള് ജാസ്തി കൊണ്ടുവരില്ല. അങ്ങനെ കൊണ്ടുവന്ന നിസ്കാരം ബാത്തിലാകുമോ എന്നാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച രാത്രി നാട്ടിലൊക്കെ പോവുകയാണ്. ഈ പറഞ്ഞ അസുഖത്തിന് വിഷയമായിട്ട് നാട്ടിൽ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആയിൽ എല്ലാവരും പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന നസിഹത്തോടു കൂടെ മൈക്കിൾ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്താക്കട്ടെ. യാത്രയിലും നാട്ടിലുള്ള കുടുംബജീവിതത്തിലും ഒക്കെ അല്ലാഹു തആല സലാമത്തും ഖൈറും ബറക്കത്തും റാഹത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഉള്ളിലുള്ള ആളുകള് നമ്മളെ പൊതു നിയമത്തിൽ കൂട്ടേണ്ടതല്ല.
തളവാപ്പ പറഞ്ഞോടത്തെ എഴുതറാണ്. നിൽക്കുന്നതിന് തടസ്സമില്ലാത്ത ഒരാള് നിന്ന് നിസ്കരിച്ചു, റുക്കുവും ചെയ്തു, ഏറ്റുദാരും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതിയാണ്. മനുഷ്യന്മാരുടെ അവസ്ഥ നമുക്കറിയില്ലല്ലോ, ഓരോരുത്തർക്കും അവനവന്റെ അവസ്ഥയേ അറിയുള്ളൂ. അങ്ങനെ വന്നപ്പോ ഇരുന്ന് കൊണ്ട് സുജൂദിലേക്ക് കുനിഞ്ഞ് ഇഷാറത്ത് ചെയ്തു. അതുകൊണ്ട് ഒരു ഇരുത്തത്തിന്റെ കോലം അധികരിപ്പിച്ചില്ലേ എന്ന ചോദ്യം തന്നെ അവിടെ പ്രസക്തമല്ല. കാരണം ഉദറുള്ളവന് അതൊക്കെ അനുവദനീയമാണ്. ഉദറുള്ളത് കൊണ്ടാണല്ലോ അയാൾ ഇരുന്നത്. മറ്റേ പറഞ്ഞതൊക്കെ ഉദറില്ലാതെ വെറുതെ ഇരിക്കുക, വെറുതെ ചെയ്യുക. നേരത്തെ പറഞ്ഞേക്ക് സുന്നത്ത് തവറുക്കിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഫ്തിറാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുനിയാന്ന് പറയുന്ന ഉദറല്ല. അവിടെ ഉദറില്ലാതെ ഫർദിന്റെ രൂപത്തെ അധികരിപ്പിച്ചത് കൊണ്ടാണ് ബാത്തിലാകുന്നത്. ഇവിടെ ഉദറുണ്ട്, അതുകൊണ്ട് ബാത്തിലാവൂല. കാരണം ഉദറെന്താ? അയാൾക്ക് സുഖമില്ല, അയാൾക്ക് ശരിക്കും സുജൂദ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇരുന്ന് കണ്ട് കൂനിയാനേ കഴിയുള്ളൂ. കയ്യാത്തൊരു കയ്യും പോലെ ചെയ്താൽ മതി. അയാളുടെ മേലുള്ള ഫർദ് അതാണ്. അവിടെ അധികരിപ്പിക്കുക എന്ന കോലോ അല്ലെങ്കിൽ ബാത്തിലാകുക എന്ന പ്രശ്നമോ ഉദിക്കുന്നില്ല ഉദറുള്ളത് കൊണ്ട്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംശയമുണ്ട് ഉസ്താദെ. പിന്നെ അതായത് പല്ലുമേൽ നിന്ന്, അതായത് ഊനുമേൽ നിന്ന് വരുന്ന ചെറുതായിട്ട് വരുന്ന രക്തക്കലർപ്പുള്ള ഉമിനീര് ഇറക്കുന്നത് കൊണ്ട് വിട്ടുവീഴ്ചയുണ്ടോ എന്നാണ് ഉസ്താദെ. അതുപോലെ തന്നെ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, അതായത് രക്തം വയറ്റിൽ നിന്ന് ആമാശയത്തിൽ നിന്ന് വന്നത് വല്ലതും ഉണ്ടെങ്കിൽ ടിഷ്യൂവിലാക്കിയിട്ട് പിന്നെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ പോക്കറ്റിലിടലായിരിക്കും. അപ്പോൾ ആ സമയത്ത് അതിന് പിന്നെ നജസ് ചുമക്കുന്നു എന്നുള്ള ഇത് വരുമോ, അതല്ല അതിന് ഉദുറുണ്ടോ ഇളവുണ്ടോ എന്നുള്ളതാണ് ഉസ്താദ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ആദർശ ചർച്ചന്റെ സമയമല്ല കേട്ടോ. അല്ലേരിയെ ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് കീശയിൽ വെക്കുക എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നജസ്സാണെങ്കിൽ അത് തുപ്പിക്കളയാൻ ശ്രമിക്കുക. പള്ളി തുപ്പാൻ പറ്റൂല, അപ്പൊ തുപ്പാൻ പറ്റാത്ത നിരക്ക് ടിഷ്യൂ പേപ്പറിലോ മറ്റോ ആക്കിയിട്ട് പള്ളിയിലാകാത്ത നിരക്ക് പുറത്ത് കളയാ. നജസ്സാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നജസിനെ ചുമന്ന നിസ്കാരം ബാത്തിലാവും. ആ കീപ്പിട്ട് ഇറങ്ങണ മസലല്ല, നജസിനെ ചുമക്കുന്ന മസലാണ്. അത് പിന്നെ പറയാത്തത് എഴുതാപ്പുറവും പറയാപ്പുറം കേൾക്കലും എഴുതാപ്പുറം വായിക്കലും ഒന്നും പോണ്ട, മനസ്സിലായില്ലേ? അതൊക്കെ അറിയുന്ന മസലയാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. മുമ്പല്ലിന്റെ ഇടയിൽ നിന്നായാലും വേണ്ടിയില്ല, അല്ലാത്ത പല്ലിന്റെ ഇടയിൽ നിന്നായാലും വായിൽ പല്ലിന്റെ ഇടയിൽ നിന്നോ മോണയിൽ നിന്നോ ഒക്കെ പുറപ്പെടുന്ന രക്തം നജസാണല്ലോ. ആ രക്തം കലർന്ന ഉമിനീര് കീപ്പോട്ട് ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാകും. നോമ്പുകാരനാണെങ്കിൽ നോമ്പും ബാത്തിലാവും. നമ്മൾ ഓതിനോർത്ത് പറഞ്ഞല്ലോ. ഉസ്താദ്, ഒരു PM വന്ന ചോദ്യമാണ് ഉസ്താദെ. ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് അന്യ സ്ത്രീകളെ കാണാൻ പറ്റുമോ? അവരോട് വല്ല ആവശ്യത്തിന് വേണ്ടി തേടാൻ പറ്റുമോ എന്നൊരാളെ PM ചോദ്യമാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഭർത്താവ് മരിച്ച ഇദ്ദയിൽ ഇരിക്കുന്ന പെണ്ണ് സാധാരണ എന്നും എപ്പോഴും കാണാൻ പറ്റുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും ഇദ്ദയുടെ സമയത്തും കാണൽ ഹലാലാണ്. സാധാരണ സമയത്ത് കാണൽ ഹറാമായ പുരുഷന്മാരെ ഇദ്ദയുടെ സമയത്ത് കാണലും ഹറാമാണ്. സ്ത്രീകളെ കാണൽ ഹറാമായ സ്ത്രീകൾക്കുള്ളതായി ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദയുടെ സമയത്ത് കാണൽ ഹറാമായ സ്ത്രീകൾ ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇദ്ദന്റെ സമയത്ത് മാത്രം കാണാൻ പറ്റുകയും കാണാൻ പറ്റാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പ് ഇസ്ലാമിൽ ഇല്ല. അതേതോ വിവരമില്ലാത്ത സാധുക്കൾ കെട്ടിയുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചതാണ്. യഥാർത്ഥത്തിൽ എപ്പോഴും കാണാൻ പറ്റുന്നവരെ ഇദ്ദന്റെ സമയത്തും കാണാൻ പറ്റും. എപ്പോഴും കാണാൻ പറ്റാത്തവരെ ഇദ്ദന്റെ സമയത്തും കാണാൻ പറ്റൂല. അന്യപുരുഷന്മാരെ പെണ്ണുങ്ങൾക്ക് കാണാൻ പാടില്ല.
അത് ഇദ്ദന്റെ സമയത്തും കാണാൻ പാടില്ല. സ്ത്രീകളെ ഇദ്ദല്ലാത്ത സമയത്ത് കാണാൻ പറ്റും, ഇദ്ദന്റെ സമയത്തും കാണാൻ പറ്റും. ഭർത്താവിന്റെ വാപ്പ തുടങ്ങി മഹറമായ ആളുകളെ ഇദ്ദല്ലാത്ത സമയത്ത് കാണാൻ പറ്റും, അത് ഇദ്ദന്റെ സമയത്തും കാണാൻ പറ്റും. ഇളച്ചന്മാരും മൂത്തച്ഛന്മാരും ഇദ്ദല്ലാത്ത സമയത്തും കാണാൻ പാടില്ല, ഇദ്ദന്റെ സമയത്തും കാണാൻ പാടില്ല. അപ്പൊ അത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സാധാരണ കാണാൻ പറ്റുന്നവരെ ഇദ്ദയുടെ സമയത്തും കാണൽ ഹലാലാണ്, സാധാരണ കാണാൻ പാടില്ലാത്തവരെ ഇദ്ദയുടെ സമയത്തും കാണൽ ഹറാമാവുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ആരെന്താ മൈക്ക് എടുക്കുന്നില്ലല്ലോ? എന്താണ് ബജാജ് ഉസ്താദിന് പിന്നെ സമയം ഉസ്താദ് നിൽക്കൂല. പിന്നെ ഉസ്താദ് ഒരാളെ സംശയം നേരത്തെ ചോദിച്ചതിൽ നിന്ന് ഒരു ഫർള് ഒഴിവാക്കിയ സംശയം, അത് ഉസ്താദ് പറഞ്ഞതിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഒരാളെ ചോദ്യമാണ്, ഫർള് ഇപ്പോ ഒന്നാമത്തെ റക്കാത്തിലാണ് സുജൂദ് ഒഴിവായി എന്നുള്ള സംശയം എങ്കിൽ, നേരത്തെ പറഞ്ഞ് അങ്ങനെ സങ്കല്പിക്കുക, ഇയാള് പിന്നെ നാലാമത്തെ റക്കാത്ത് ഓർസ്കരിക്കുമ്പോ നാലാമത്തെ റക്കാത്തിലാണ് പിന്നെ ഇങ്ങനെ ഒന്നാമത്തെ റക്കാത്തിൽ സുജൂദ് ഒഴിവായി എന്നുള്ള സംശയമെങ്കിൽ ആ ഒന്നാമത്തേലേക്ക് മടങ്ങണോ എന്നിട്ട് നാലിലേക്ക് വരണോ എന്നാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ് മൈക്ക് റീച്ച് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാലാമത്തേന്ന് ഒന്നിക്ക് എങ്ങനെ മടങ്ങല്? നാലാമത്തേലാണ് ഓർമ്മ വന്നതെങ്കിൽ ഒരു സുജൂദും ചെയ്യാ, പിന്നെ ഒരു റക്കാത്തും നിസ്കരിക്കുക, തയ്യാത്തോത്. അത് കാരണം ഒരു റക്കാത്ത് അതൊക്കെ മുമ്പ് ഓതിയോർത്ത് കേൾക്കാഞ്ഞിട്ട്, മുമ്പ് ഓതിയോർത്ത് അതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരു റക്കാത്തിൽ ഏതെങ്കിലും ഒരു ഫർള് ഒഴിവാക്കുകയോ ഒഴിവായി എന്ന് സംശയിക്കുകയോ ചെയ്താൽ അടുത്ത റക്കാത്തിലെ ആ ഫർള് എത്തുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ തിരിച്ചു പോയി ചെയ്ത് ബാക്കിയുള്ളത് ചെയ്യണം. അടുത്ത റക്കാത്തിൽ അതുപോലത്തത് ചെയ്യുന്നതിന് മുമ്പ് ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ അടുത്ത റക്കാത്തിൽ ചെയ്തത് കൊണ്ട് ആദ്യത്തെ റക്കാത്ത് പൂർത്തിയാകും, ഇടക്കുള്ളത് എണ്ണപ്പെടാതെ പോകുന്നു. അപ്പൊ ഒന്നാമത്തെ റക്കാത്തിലെ ഒരു സുജൂദ് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പാവുകയോ സംശയം വരികയോ ചെയ്താൽ അടുത്ത റക്കാത്തിലെ സുജൂദ് വരെ ഓർമ്മ വന്നില്ലെങ്കിൽ അടുത്ത റക്കാത്തിലെ സുജൂദ് കൊണ്ട് ഒന്നാം റക്കാത്ത് പൂർത്തിയായി. അപ്പൊ ഈ രണ്ടാമത്തെ റക്കാത്ത് നിന്ന് ഇയാൾ ധരിച്ച് നിസ്കരിച്ച് പൂർത്തിയായിട്ടില്ല എന്നർത്ഥം. അങ്ങനെ അടുത്ത റക്കാത്തിലും ഒരു സുജൂദ് കുറവാണല്ലോ, അങ്ങനെ പോന്ന് നാലാം റക്കാത്തിൽ ആ ഓർമ്മ വന്ന് നോട്ടിക്കോളി. ചോദ്യത്തിൽ പറഞ്ഞേക്ക്, നാലാം റക്കാത്തിൽ ഒന്നാമത്തെ റക്കാത്തിലെ ഒരു സുജൂദ് ഒഴിവായി എന്ന് ഉറപ്പാവുകയോ അല്ലെങ്കിൽ ഒഴിവായോ എന്ന് സംശയിക്കുകയോ ചെയ്താൽ ഇപ്പോൾ അയാള് എന്ത് ചെയ്യാ? ഈ റക്കാത്തിൽ രണ്ട് സുജൂദും ചെയ്തിണെന്ന് ഉറപ്പുണ്ടായിട്ട് കാര്യമില്ല. അതിങ്ങനെ ഒന്നും വന്നേ എങ്കോണിച്ച് പോരല്ലേ. ഒരു സുജൂദും ചെയ്യുക, ഒരു റക്കാത്ത് നിസ്കരിക്കും ചെയ്യുക, എന്നിട്ട് സലാം. അതെന്തിനാ ഒരു സുജൂദ് ചെയ്യുന്നത്? ഒരു സുജൂദ് ചെയ്യുമ്പോഴേ ഈ മൂന്നാമത്തെ റക്കാത്ത് പൂർത്തിയാവുള്ളൂ. പിന്നെ ഒരു റക്കാത്ത് ഇടക്കുള്ളത് പോയിണല്ലോ, ആ പോയത് പൂർത്തിയാക്കും വേണ്ടേ? ആക്ക് മുമ്പ് പറഞ്ഞതാണ്, രണ്ടാമത് ഇപ്പൊ ആവർത്തിക്കേണ്ടി വന്നത്. ആ ചോദിച്ച ആൾ അത് കേട്ടിട്ടുണ്ടാവില്ല, ആ ദർസിന്റെ അന്ന് അയാൾ വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടാ. പിന്നെ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് എന്താണ് സലാം ജോലി ചോദിച്ചത്, യുദ്ധകാലത്ത് അത് എന്റെ സംശയം ഞാൻ ഒരു എന്താണ് ഒന്ന് പറയാണ്. അതായത് ഇപ്പൊ പെണ്ണ് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ല, വേറെ പെണ്ണ് കാണാൻ പറ്റൂല എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ചിലപ്പോ പെണ്ണിന്റെ മുഖവും അതുപോലെ തന്നെ ജോലി ചെയ്യുമ്പോൾ വെളിവാകുന്ന സ്ഥലം ഒഴിച്ച് ഒരു കാഫിറത്തായ പെണ്ണിന് കാണാൻ പറ്റൂല എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതനുസരിച്ചായിരിക്കും ആ ചോദ്യം എന്ന് മനസ്സിലാവുന്നു. എനിക്കൊരു മനസ്സിലായത് അതായിരിക്കും. ഞാൻ ഒരു അഭിപ്രായം പറയാണ്. സലാം ജോലി എന്നോട് PM ചെയ്ത് ചോദിച്ച ചോദ്യം അതായിരിക്കുമെന്ന് തോന്നുന്നു. പറഞ്ഞാൽ കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും.
നിസ്കരിക്കുന്ന സമയത്ത് ഈ ബെഞ്ചില് ചെറിയ ഇളക്കം, ബെഞ്ചിലോ ഡെസ്കിലോ ഒക്കെ ചെറിയ ഇളക്കം, ശബ്ദം ആ മറ്റേയാള് ചോദിച്ച ചോദ്യം പ്രസക്തല്ല, എന്നാലും ചോദ്യം ചോദിച്ചതാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആള് ചോദിക്കേണ്ടത്. സുഹരി ചോദിച്ച ചോദ്യം സുഹരിക്ക് സംശയമല്ല. അതുപോലെ തന്നെ അബൂരിഫത്ത് ഉസ്താദ് ചോദിക്കുന്ന ചോദ്യം അബൂരിഫത്ത് ഉസ്താദിന്റെ ചോദ്യമല്ല. വേറെ ഏതോ വിവരം കെട്ട സാധുക്കള് നേരിട്ട് ചോദിക്കാതെ അവർക്ക് PM ചെയ്ത് ചോദിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അതിന്റെയൊക്കെ മറുപടി നേരത്തെ അത്രയും വിശദമായി പറഞ്ഞിട്ട് രണ്ടാമതൊരു ഉപചോദ്യം ചോദിക്കാൻ പ്രസക്തമായ ഒരു ഭാഗം അതിൽ ബാക്കിയില്ല. ഉണ്ടായിരുന്നു എങ്കിൽ ജോലി എന്റെ അടുത്ത് ചോദിക്കുമല്ലോ. എന്നും കാണാൻ പറ്റുന്നവരെ ഇദ്ദന്റെ സമയത്തും കാണാൻ പറ്റും, എന്നും കാണാൻ പറ്റാത്തവരെ ഇദ്ദന്റെ സമയത്തും കാണാൻ പറ്റില്ല. ഈ പെടാത്തഞ്ഞ് മറുപടി ഞാൻ ഏതാ അതിൽ പറയേണ്ട വിശദീകരിക്കേണ്ടത് ഒന്നുമില്ല. സാധാരണ മുസ്ലിം സ്ത്രീകൾ തമ്മിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഇദ്ദന്റെ സമയത്തും കാണാൻ പറ്റും. സാധാരണ മുസ്ലിം സ്ത്രീകളെ അമുസ്ലിം സ്ത്രീകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഇദ്ദന്റെ സമയത്തും കാണാൻ പറ്റും. മഹറമായ പുരുഷന്മാർക്ക് സാധാരണ കാണാൻ പറ്റുന്നത് പോലെ ഇദ്ദന്റെ സമയത്തും കാണാൻ പറ്റും. ഇതൊന്ന് സാധാരണ എപ്പോഴും ഇല്ലാത്തതാണ്. ഏതായാലും പെട്ടെന്ന് അതിന്റെ ഇടയ്ക്ക് ഇനി എന്തേ മറ്റേ അബൂരിഫത്ത് ഉസ്താദിന് എന്റെ മറുപടി പറഞ്ഞ് ഞാൻ കഴിഞ്ഞ് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്ക് എടുത്തോളി, സമയം വല്ലാതെ നീട്ടൂല. ഇന്നിപ്പോ പേരിന് ക്ലാസ് എടുത്ത് മുങ്ങണം എന്ന് കരുതിയ ദിവസമായിരുന്നു. ഏതായാലും സമയം നമ്മളത് ആയി തുടങ്ങി. അപ്പൊ അവിടെ ഉള്ള ഒരാള് കൈപൊക്കി നിൽക്കുന്നതാണ്ട് അദ്ദേഹം മൈക്ക് എടുത്തോളി, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താം. അസ്സലാമലൈക്കും. ഉസ്താദ്, ഇളക്കമുള്ള ബെഞ്ചിന്നോ ഡെസ്കിന്നോ ഒക്കെ നിസ്കരിക്കുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുമോ, അതല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂലേ? അതേപോലെ നിസ്കാരത്തില് തുമ്പിയാല് അൽഹംദു എന്ന് പറയാൻ മനസ്സിൽ കരുതാൻ പറ്റുമോ എന്നതാണ് ദുആവസിയത്തോടെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. നിസ്കരിക്കാൻ നിൽക്കുന്ന ബെഞ്ച്, കട്ടില് പോലെയുള്ളത് നമ്മുടെ ഇളക്കം കൊണ്ട് ഇളകിയാലും നിസ്കാരം ബാത്തിലാവുകയില്ല എന്ന് വ്യക്തമായി തന്നെ ഫത്ഹുൽ മുഈനിൽ ആ ഭാഗം പറഞ്ഞപ്പം പ്രത്യേകം പറഞ്ഞു. നമ്മൾ ചുമക്കുന്ന വസ്തുക്കൾ നമ്മൾ അനങ്ങുന്നതുകൊണ്ട് അനങ്ങുന്നതിന്റെ മേൽ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നായി പറഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് നാം നിൽക്കുന്ന കട്ടില്, ബെഞ്ച് പോലെയുള്ളത് നമ്മുടെ ഇളക്കം കൊണ്ട് ഇളകുന്നുണ്ടെങ്കിലും അതിന്മേൽ നിസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വ്യക്തമായി തന്നെ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞു പോയതാണ്. അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കൂടാത്തത് കൊണ്ടായിരിക്കും ആ ചോദിച്ചത്. കുഴപ്പമില്ല, അതുകൊണ്ട് നിസ്കാരത്തിന് തകരാറൊന്നുമില്ല. പിന്നെന്തേ പറഞ്ഞ രണ്ടാമത്തെ എന്താ ഓർമ്മയില്ല. രണ്ട് ചോദ്യം കണ്ടീനല്ലോ. ഒന്ന് അതിന്റെ ഒരു ബാലായിട്ട് വേറെ ഒന്നുണ്ടേനെ, അപ്പൊ എന്റെ ഓർമ്മയിലില്ല. ഉസ്താദ്, ആ ചോദ്യം എനിക്കെന്താ അറിയില്ല. പിന്നെ ഞാനൊന്ന് മൈക്കെടുത്തത്, സോറി, നമ്മുടെ ഇന്നലെ ഞാൻ ഓടി വന്നു ഉസ്താദെ. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ഉസ്താദിന്റെ ബുധനാഴ്ച പത്തിന് പറ്റിയില്ല പറയാന്. നമ്മുടെ മച്ചംപാടി ഫൈസി ഉസ്താദിന്റെ മകള് പ്രസവിച്ചിട്ട് പിന്നെ കുട്ടിക്ക് മൂത്രം പോവാഞ്ഞിട്ട് 48 മണിക്കൂറിനുള്ളിൽ മൂത്രം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടതെന്ന് ഡോക്ടർമാര് പറഞ്ഞു. അങ്ങനെ കുറെ ദ്വാകൾ നടത്തി. അൽഹംദുലില്ലാഹ് ഉസ്താദ്മാരൊക്കെ ദ്വാർന്നിട്ടുണ്ട്. ഉസ്താദെ കൂടുതൽ ഉൾപ്പെടുത്ത. ഇപ്പൊ ICUവിലാണ് കുട്ടി ഉള്ളത്. മൂത്രം ഒഴിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങൾ ഇല്ല. അപ്പൊ ഉസ്താദ് ദ്വായിൽ ഉൾപ്പെടുത്തണം. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. അല്ലാഹു തആല പൂർണ്ണമായ ശിഫയും ആഫിയത്തും എളുപ്പമാക്കി കൊടുക്കട്ടെ. രണ്ടാമത് എന്താ പറഞ്ഞ, നിസ്കാരത്തിനിടയിൽ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുമോ? മനസ്സിലല്ല, നാവ് കൊണ്ട് തന്നെ ചൊല്ലാം. അൽഹംദുലില്ലാ എന്ന് ചൊല്ലാം, അതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? എന്ന് മാത്രല്ല,
ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ തലക്കുന്ന് രണ്ടാമത് മടക്കി ഓതേണ്ടി വരും. അതിന് കാരണം ഫാത്തിഹന്റെ മുവാലാത്ത് മുറിയും എന്നാണ് അതിന് കാരണം പറഞ്ഞത്. ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയാൽ നിസ്കാരത്തിന് കുഴപ്പമില്ല, പക്ഷെ ഫാത്തിഹന്റെ മുവാലാത്ത് മുറിയും. അപ്പൊ ഫാത്തിഹ രണ്ടാമത് മടക്കി ഓതണം. അതല്ലാത്ത എവിടെ വേണമെങ്കിലും നിസ്കാരത്തിനിടയിൽ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. അതുകൊണ്ട് നിസ്കാരത്തിന് യാതൊരു കുഴപ്പമില്ല. കാരണം അതൊരു ദിക്റാണ്. നിസ്കാരത്തിൽ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമില്ല. പക്ഷെ ഫാത്തിഹയായിട്ട് ബന്ധമില്ലാത്തതായതുകൊണ്ട് ഫാത്തിഹന്റെ ഇടയിൽ വന്നാൽ ഫാത്തിഹന്റെ മുവാലാത്ത് മുറിയും എന്നേ ഉള്ളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഉസ്താദ്, നിസ്കാരത്തില് ഫാത്തിഹ കഴിഞ്ഞിട്ട് ഇമാമ് ചെറിയൊരു ഗ്യാപ്പ് വിടും. ആ ഗ്യാപ്പില് നമ്മള് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഇമാമ് ഓതിയ അതേ സൂറത്ത് തന്നെ നമ്മൾ രണ്ടാമത് ഓതണോ ഫാത്തിഹയ്ക്ക് ശേഷം, അതോ ചെറുത് വേറെ ഏതെങ്കിലും ഓതിയാൽ മതിയോ? എന്താണ് അതിന്റെ ഇതൊന്ന് പറഞ്ഞു തരാമോ? അസ്സലാമു അലൈക്കും. മൈക്കിൾ. ഇമാമ് ഓതുന്നത് കേട്ടാൽ മൗമൂമീങ്ങൾ പിന്നെ സൂറത്ത് ഓതൽ സുന്നത്തില്ല. ഇമാമ് ഓതുന്നത് കേൾക്കുന്ന മൗമൂമിന് ഫാത്തിഹ മാത്രം ഓതാ മതി. ഫാത്തിഹ ഓതൽ ഫർളാണ്. സൂറത്ത് ഓതൽ മൗമൂമിന് സുന്നത്തില്ല. ഇമാമിന്റെ കൂട്ടത്തിൽ ഓതലും സുന്നത്തില്ല, ഇമാമിന്റെ ശേഷം ഓതലും സുന്നത്തില്ല. മറിച്ച് ഇമാം ഓതുന്നത് കേട്ടാ മതി. എന്നാൽ ഇമാമിന്റെ ഓത്ത് കേൾക്കുന്നില്ലെങ്കിൽ, ഉദാഹരണം ളുഹറിലാണ്, അതല്ലെങ്കിൽ അസറിലാണ് പോലെയുള്ള ഇമാമ് പതുക്കെ ഓതു നിസ്കാരങ്ങളിലാണെങ്കിൽ സൂറത്ത് കേൾക്കൂലല്ലോ. അപ്പോ അല്പം പിന്തിച്ച് ഇമാമിന്റെ അല്പം ബേക്കിലായിട്ട് മൗമൂമിന് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഇമാമിന്റെ ഓത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ മൗമൂമ് കൂടോതലും സുന്നത്തില്ല, ശേഷോതലും സുന്നത്തില്ല. ഓക്കെ. എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് ദുആ ചെയ്യാ. സമയം ഏകദേശം ആയും ചെയ്താണ്. ചോദ്യകർത്താക്കൾ തിരക്കുള്ളവരതൊക്കെ കഴിഞ്ഞു ചെയ്തു. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ഒരു മജ്ലിസായി കബൂലാക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും ദീനിന്റെ ഖിദ്മത്തായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. വല്ല തെറ്റുകുറ്റങ്ങളോ പിഴവുകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, സാധുക്കളായ ഞങ്ങൾ ദോഷികളാണ്, പാവികളാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. നിന്റെ ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, നീ ആദരിച്ച മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവിധ ഹൈറായ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ പലരും പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളിലും വിഷമങ്ങളിലും ഞെരുക്കങ്ങളിലും കുടുങ്ങിയവരുണ്ട്. എല്ലാവർക്കും നീ ഹൈറായ ഫാത്തിഹ കൊടുക്കണേ റഹ്മാനെ, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഇഖാമ സംബന്ധമായും മറ്റ് രേഖകൾ സംബന്ധമായും ഒരുപാട് വിഷമങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ നീ ഹൈറായ നിലക്കുള്ള ഫാത്തിഹ നൽകണേ റബ്ബേ. കിട്ടാനുള്ള കാശ് കിട്ടാതെ വിഷമിച്ച് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതിനുള്ള വഴി നീ എളുപ്പമാക്കി ഫത്ഹാക്കി കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാത്ത ആളുകൾക്ക് ഹൈറും ബറക്കത്തുമുള്ള അനുയോജ്യമായ ജോലി ഏർപ്പാടുകൾ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ, ബിസിനസ്സുകൾ, തൊഴിലുകളിലൊക്കെ നീ ഹൈറും ബറക്കത്തും സബാത്തും നൽകണേ റഹ്മാനെ. റബ്ബെ, നിയമക്കുരുക്കുകളിൽ കുടുക്കി ഞങ്ങളെ ആരെയും നീ വിഷമത്തിലാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, എല്ലാ നിലക്കുള്ള ഹൈറായ സലാമത്തും ഫത്ഹും ഞങ്ങൾക്ക് തന്നുകൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ, ദമ്പതികൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബെ, നിന്റെ ഖുദ്റത്തിൽ ഒന്നും അസാധ്യമായതില്ല റഹ്മാനെ. ഹൈറായ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഓപ്പറേഷന് വിധേയമാക്കാതെ റാഹത്തായ നിലക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്കൊക്കെയും നീ പൂർണ്ണമായ ആഫിയത്തും ഷിഫയും എളുപ്പമാക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മച്ചമ്പാടി ഫൈസി ഉസ്താദിന്റെ മകളുടെ കുട്ടി വളരെ വിഷമത്തിലായി ICUവിലാണെന്ന് പറഞ്ഞു. റബ്ബെ, നിനക്ക് പ്രയാസകരമായ ഒന്നുമില്ലല്ലോ അല്ലാഹ്. നീ എളുപ്പത്തിൽ നിഷ്പ്രയാസം ആ ബുദ്ധിമുട്ട് നീക്കി ആ കുഞ്ഞിന്
പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും സുഖവും നൽകണേ അള്ളാ. സ്വാലിഹായ ഒരു കുഞ്ഞായി ആ കുഞ്ഞിനെ നീ അവർക്ക് നൽകി അത് കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അള്ളാ. അർഹമുർ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അള്ളാ. അവർക്ക് ദീനിയും ദുന്യവിയുമായിരിക്കുന്ന ഇൽമു കൊണ്ട് ഉന്നതമായ സ്ഥാനവും പദവിയും അവർക്ക് നീ നൽകണേ അള്ളാ. റഹ്മാനെ, സുന്നത്ത് ജമാഅത്ത്